ആണെന്ന് തോന്നുന്നുണ്ടോ? പ്രണയമാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. ആ അങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു മതി ലക്ഷ്മി മതി. ആ ഓക്കെ. ഇന്നലെ നിനക്ക് പ്രശ്നം ചെയ്തല്ലോ. ഹായ് ലക്ഷ്മി, എന്താണ് പൊളിച്ചെടുക്കുന്നത്? ഹാപ്പി അല്ലേ ലക്ഷ്മി? ഉറങ്ങിയിട്ടില്ല ലക്ഷ്മി ലക്ഷ്മി തിരിച്ചു പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? ഒരു റീ എൻട്രി ആണല്ലോ. ഹൗസിൽ എല്ലാവരും പോകുന്നുണ്ടല്ലോ, ഫിനാലേക്ക് എല്ലാവരും അല്ലേ? അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞു കുറച്ചും കൂടി മാറി നിന്നോട്ടെ. ഓക്കെ ഓക്കെ മാറിയിരുന്നു. പുറകോട്ട് നട. ഇതെന്താ അപ്പോൾ ലക്ഷ്മി ഫൈനലിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ഓക്കെ എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ഫിനാലേക്ക് പോകണം, എല്ലാവരും ഒന്നുകൂടെ കാണണം, ഹൗസിൽ ഒന്നുകൂടെ എൻട്രി ചെയ്യണം. വിജയസാധ്യത കൂടുതൽ അത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ബോക്സ് അല്ലേ, പറയാൻ പറ്റില്ല. ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞു, കുറച്ചുകൂടെ മാറി. ഓക്കെ ഓക്കെ. എടാ വജിമുണ്ടല്ലേ? അവിടെ ഒന്നും അത് ലക്ഷ്മി അല്ല, നടക്കാനുള്ള വഴി വിട്ടിട്ട് നിൽക്കാം, അങ്ങോട്ടൊന്ന് മാറി. അങ്ങനെ പണി വാളും. എടാ ട്രോളി അപ്പോൾ ലക്ഷ്മി ആരായിരിക്കും കപ്പടിക്കാൻ ചാൻസ്? അത് പറയാൻ പറ്റും. നിങ്ങൾ ഇത്തിരി ബാക്കിലോട്ടേക്ക്, ഞാൻ ഇവിടെ എങ്ങോട്ടും പോകത്തില്ല, ഇത്തിരി മാറി കുറച്ച് ബാക്കിലോട്ടേക്ക്. കപ്പടിക്കുന്ന ആരാന്ന് നമുക്ക് ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഇതിൻ്റെ ചാൻസ് ഉണ്ട്, വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്, ആർക്കാന്ന് പറയാൻ പറ്റില്ല. ഇത്തിരി ബാക്കിലോട്ട് മാറി, എനിക്ക് ബാക്കിലോട്ട് എന്തായാലും നിൽക്കാൻ സാധിക്കില്ല. ഇറങ്ങിയതിന് ശേഷം ഗെയിമൊക്കെ കണ്ടായിരുന്നു? കുറച്ചിങ്ങനെ ഷോർട്സും അത് ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇരുന്ന് കണ്ടിട്ടില്ല, റീൽസൊക്കെ ആയിരുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റീ എൻട്രിയുടെ ഒക്കെ കണ്ടായിരുന്നു. ലക്ഷ്മിയുടെ ഗെയിമൊക്കെ മൊത്തത്തിൽ ഇരുന്ന് കണ്ടായിരുന്നു? ഈ ലക്ഷ്മിയുടെ ഗെയിമൊക്കെ മൊത്തത്തിൽ ഇരുന്ന് കണ്ടായിരുന്നു? മൊത്തത്തിൽ കണ്ടിട്ടില്ല, റീൽസാണ് കണ്ടിരിക്കുന്നത്, എൻ്റെ മൊത്തം കണ്ടിട്ടില്ല. ഓക്കെ. ലക്ഷ്മി അതുപോലെ അനുമോൾ അനീഷ് പ്രണയം ഒരു ജെന്യൂൻ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ? പ്രണയമാണെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടില്ലേ ജെന്യൂൻ ആവുന്നേ. ഈ അവസാന നിമിഷത്തിൽ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അനീഷ് ചെയ്തൊരു പരിപാടിയാണ് ഈ പ്രണയം. അവരുടെ ഗെയിമിന്റെ കാര്യം എനിക്ക് അറിയത്തില്ലല്ലോ, ഓരോരുത്തർ സ്വന്തം ഗെയിം കാണത്തില്ല. അത് ഞാൻ പറഞ്ഞത് പ്രണയമാണെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല, ഗെയിമിന്റെ ഭാഗമായിരിക്കാം, പറയാൻ പറ്റില്ല. ലക്ഷ്മിക്ക് ബിഗ് ബോസ് കിട്ടിയൊരു നല്ല സൗഹൃദം ആരായിരിക്കും? അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരും ഉണ്ടായിട്ടില്ല. സബുമാനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങിയിട്ട് എന്തുമാത്രം ഉണ്ടാവും എന്നുള്ളത് പുറത്തിറങ്ങിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈ ലക്ഷ്മി ബിഗ് ബോസിൽ നടത്തിയ പല സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്, അപ്പോൾ അത് പുറത്തിറങ്ങിയതിന് ശേഷം എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. നാട്ടിലോ വീട്ടിലോ അങ്ങനെ എന്തെങ്കിലും വിഷയം ഇല്ല, സംഭവിച്ചിട്ടില്ല? ഇല്ല. ഓക്കെ അല്ലേ? ലക്ഷ്മി, എന്താണ് ഒനീലിന്റെ കേസ്? എന്തായി? ഡിഫോമേഷന്റെ ഒക്കെ പിന്നാലെ പോകുന്നൊക്കെ പറഞ്ഞു. എനിക്കിതുവരെ ഒന്നും വന്നിട്ടില്ല. ഒനിൽ പറഞ്ഞല്ലേ, അതെനിക്കറിയില്ല. ഒനിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാനിതുവരെ അതിന് കാര്യമായിട്ടൊന്നും ഞാൻ പ്രതികരണം കൊടുത്തിട്ടില്ല. കേസിന്റെ പേപ്പേഴ്സൊന്നും എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല. വേറെ ഏതെങ്കിലും രീതിയിൽ ഒനീലിന്റെ ഭാഗത്തുനിന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലേ? ഒനിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ദേഷ്യം കളഞ്ഞോട്ടെ എന്നുള്ളത് പറഞ്ഞായിരുന്നല്ലോ. എൻ്റെ അടുത്ത് എത്ര ദേഷ്യം ഉണ്ടോ അത് പറഞ്ഞ് തീർത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പറഞ്ഞിട്ടുണ്ടല്ലോ ലക്ഷ്മി, അതായത് ഞാനിവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. അതാ പറഞ്ഞേ, ഞാനൊരു തെറ്റ് ചെയ്തു, ഞാൻ സോറി പറഞ്ഞു, ആൾക്ക് എത്ര ദേഷ്യമുണ്ടോ അത് തീർത്തോട്ടെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു.
അതാ ഞാൻ പറഞ്ഞ് എങ്ങോട്ടും ഓടിപ്പോയിട്ടില്ല. ഒനിലിൻ്റെ ദേഷ്യം ഒന്നിൽ തീർത്തോട്ടെ, എത്രയാണെങ്കിലും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എൻ്റെ തെറ്റ് ഞാൻ സ്വീകരിച്ച പോലെ തന്നെ എന്ത് ശിക്ഷയാണോ ആളുടെ ദേഷ്യം തീരുന്നിടം വരെയുള്ളൂ. അത് ലീഗലി പോവുകയാണെങ്കിലും ഇരുന്ന് പറഞ്ഞ് തീർക്കാനാണെങ്കിലും ആൾ തീർത്തോട്ടെ എന്ന് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ പറയുന്നത്. അപ്പോൾ ലക്ഷ്മി അനുമോളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ മൊത്തത്തിൽ? അവിടെ ഒരാളല്ല, എല്ലാ കണ്ടസ്റ്റൻസിനും അവരുടേതായ ഒരു പ്രഷർ കാണും. അനുമോള് മാത്രം ഞാൻ പറയുന്നില്ല. അല്ല, അവിടെ ഉള്ളവരെ തന്നെ അനുമോളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആകുമ്പോഴായിരിക്കുമല്ലോ അങ്ങനെ വരുന്നത്. ഇപ്പോൾ ഈ റീഎൻട്രി നടത്തിയവർ പോലും അനുമോൾ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് പുറത്ത് ഞാൻ അവിടെ ഇവിടെയും കണ്ടു. ഓരോരുത്തർക്ക് സ്വന്തമായിട്ടുള്ളൊരു രീതിയിൽ പറയാനുള്ള കാര്യങ്ങൾ കാണും. റീഎൻട്രി ചെയ്തവർക്കാണെങ്കിലും പറയാൻ കാണും. അവരെല്ലാവരും പറയുന്നുണ്ട്, അവരുടെ ഇഷ്ടം. ഈ PR ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഏതാ? PR. ആ, ഈ അനുമോളിന് ഒരു 16 ലക്ഷം കൊടുത്ത് PR ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇതിലൊക്കെ വാസ്തവമുള്ളതായിട്ട് ലക്ഷ്മി വിശ്വസിക്കുന്നുണ്ടോ? ഈ PR എന്ന് പറഞ്ഞാൽ പബ്ലിക് റിലേഷൻസ് അല്ലേ, ഒരാളുടെ എന്ത് ഇമേജ് പുറത്തോട്ട് പോകുന്നുള്ളത്. അത് ഗെയിമിൽ കയറുന്ന ഒരാളുടെ ഇഷ്ടമാണ് അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അതൊരിക്കലും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കാണെങ്കിലോ ഇതുപോലൊരു ഷോയ്ക്ക് വരുമ്പോഴത്തേക്കും ആണെങ്കിലും അത് സ്മാർട്ടായിട്ട് യൂസ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിലും PR കൊടുത്തേക്കാം. തെറ്റോ ശരിയോ എന്നുള്ളത്. അപ്പോൾ അനുമോൾ അത് കറക്റ്റായിട്ട് PR മാത്രം കൊടുത്തിട്ടല്ലല്ലോ നിൽക്കുന്നത്. ഇത്രയും നാളോടെ നിൽക്കാനുള്ള ഗെയിമും കണ്ടൻറ്റും എന്തെങ്കിലും കൂടെ ഉണ്ടായിട്ടായിരിക്കുമല്ലോ കൂടെ നിൽക്കുന്നത്. ഒരാളെ മാത്രമായിട്ട് ആൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ബാക്കിയുള്ളവരും കൊടുത്തിട്ടുണ്ടാവാം. ഒരാളെ മാത്രം അനുമോളിൻ്റെ PR മാത്രം എടുത്തെടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ മാത്രമല്ല കൊടുത്തിരിക്കുന്നതെന്ന് ഒബ്വിയസ്ലി മനസ്സിലാവുന്ന കാര്യമാണ്. ഒരിക്കലും തെറ്റല്ല. ഞാൻ പെയ്ഡ് PR കൊടുത്തിട്ടില്ല. PR എന്ന് പറഞ്ഞാൽ എന്താണ്? ശോഭ പറഞ്ഞതാണോ? ശോഭയാണ് എൻ്റെ കൂടെ അകത്തോട്ട് കയറുന്നതിന് മുന്നേ തലേ ദിവസം PR-ൻ്റെ ടീമിൻ്റെ അടുത്തെത്തി എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്ര എമൗണ്ട് കൊടുത്തെന്നുള്ളത് ഞാൻ ശോഭയ്ക്ക് തീരുമാനിക്കാനായിട്ടൊരു ബ്ലാങ്ക് ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ശോഭയോട് ചോദിക്കണം. കാരണം എന്നെക്കാളിലും ഈ കാര്യങ്ങൾ ശോഭയ്ക്ക് അറിയാമെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ശോഭയോട് തന്നെ ചോദിക്കേണ്ടി വരും. ഈ PR തെറ്റാണ് എന്നുള്ളൊരിത് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ പെയ്ഡ് PR ആകുമ്പോഴത്തേക്കുമാണ് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്. അല്ലാതെ ആൾക്കാരുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ 24/7 ലൈവ് കാണുന്നവർ കുറവാണല്ലോ. അപ്പോൾ അതിനകത്ത് അവരുടെ നല്ല സൈഡോ ഒക്കെ ആൾക്കാരുടെ അടുത്തോട്ട് കൂടുതൽ എത്തിക്കണമെങ്കിൽ ചിലപ്പം കട്ടിങ്സ് ആയിട്ടുള്ള ലൈവിൽ നിന്ന് കട്ട് ചെയ്തിട്ടുള്ള എഡിറ്റഡ് വേർഷൻസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. എന്തായാലും എടുക്കേണ്ടി വരും. വോട്ട് മറിക്കുന്ന പരിപാടിയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാരുടെ അടുത്തോട്ട് എന്ത് സൈഡാണ് എത്തിക്കേണ്ടത്, പബ്ലിക് റിലേഷൻ ആണത്. അല്ലാതെ അതിനകത്ത് മോശം സൈഡ് ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വോട്ട് മറിക്കുന്ന പരിപാടി, ബോട്ടിൽ ഇങ്ങനെ 1 ലക്ഷം വോട്ട് മറിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ്ലി ജനങ്ങളോട്ട് എന്ത് എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നതാണ് PR. പക്ഷേ PR പലരും യൂസ് ചെയ്യുന്നത് വോട്ട് മറിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. ഈ സീസൺ ആദ്യമായിട്ടൊന്നും അല്ല PR കൊടുക്കുന്നതിന് മുമ്പത്തെ സീസണിലാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്യണമെന്ന് അറിയാവുന്നവർ അങ്ങനെ യൂസ് ചെയ്യും. അതിന് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. PR കാരണമാണ് ഔട്ടായി പോകുന്നതെന്നോ അല്ലെങ്കിൽ വേറൊരു കണ്ടസ്റ്റൻ്റ്. നമ്മുടെ ഗെയിം നമ്മുടെ കയ്യിലാണ്, കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിലാണ്. അതിന് PR-നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും പോകുന്ന പ്ലാനിങ് ഒക്കെ നടത്തിയായിരുന്നു? വലിയ പ്ലാനിങ് നടത്തിയിട്ടില്ല. എന്നാലും നമ്മൾ ഔട്ടായിട്ട് പോവുകയാണ്. തിരിച്ചങ്ങോട്ട് ഉള്ള സമയം എല്ലാവരുമായിട്ടും സ്പെൻഡ് ചെയ്തിട്ട് ഫിനാലെയും കഴിഞ്ഞിട്ട് വരാനായിട്ട് അവിടെ നിന്ന് തന്നെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ട് പോകാം. അങ്ങനെ അല്ലാതെ വലിയ പ്ലാനിങ് ഒന്നും നടത്താൻ. ഗെയിം ഓവറാണ്. എവിക്റ്റായ കണ്ടസ്റ്റൻസിന് ആക്ച്വലി ഗെയിം ഓവറാണ്. ഉള്ളവരവിടെ നന്നായിട്ട് കളിക്കാനുള്ളൊരു സാഹചര്യം നമ്മളവിടെ ചെന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാന്നില്ല. അവരുടെ ഗെയിം നമ്മളെ കൊളവാക്കാതിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, എന്താ ഈ മസ്താനിനെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം? ഇല്ലില്ല, ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല, വിളിച്ചിട്ടില്ല. ഇല്ലില്ല. എന്ത് പറ്റി, തെറ്റിയോ? തെറ്റാനായിട്ട് ഞങ്ങൾ വൈൽഡ് കാർഡ്സ് ആയിട്ട് അകത്ത് കയറി എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞാൽ ബിന്നിയുടെ കൊറിയർ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, നമ്പർ മാറിയിട്ട് അങ്ങനെ ഡ്രസ്സ് അവിടെ നിന്ന് അയച്ചു. അതുകൊണ്ട് ബിന്നിയെ മാത്രം ഞാൻ അതിൻ്റെ പേരിൽ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ആൾക്കാരെ ആരെയും അങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഇറങ്ങിയിട്ട് വേറെ ആരെയും വിളിച്ചിട്ടില്ല. ഈ സാബുമോനായിട്ടുള്ള സൗഹൃദം മാത്രമേ കൊടുക്കത്തുള്ളൂ ബിഗ് ബോസ്? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്ന ആൾ സാബുമാനാണ്. സാബുമാൻ ആരുടെയും കുറ്റമൊന്നും പറയാറില്ല. ഒരു നല്ല പയ്യനാണ്. അപ്പം എനിക്ക് അവൻ്റെ സ്വഭാവം വൈസ് അങ്ങനെ ഇഷ്ടമാണ്. പുറത്തിറങ്ങിയിട്ട് ഓരോരുത്തരെയും തിരക്കും കാര്യങ്ങളും അനുസരിച്ചായിരിക്കും എത്രമാത്രം ഫ്രണ്ട്സായിട്ട് പോകുന്നുള്ളത്. പിന്നെ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. സാബുമാൻ്റെ സിസ്റ്റർ UK അങ്ങനെ കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ അകത്ത് എത്തിക്കഴിഞ്ഞിട്ട് അറിയുന്നത്. അപ്പോൾ അതെന്തായാലും തുടർന്ന് പോകും. ലക്ഷ്മി മുൻപുള്ള ലൈഫും ബിഗ് ബോസിന് ശേഷമുള്ള ലൈഫായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. മീഡിയ ഇങ്ങനെ വരുന്നതല്ലാതെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല, സെയിമാണ്. പിന്നെ കുറച്ച് ആൾക്കാർ നമ്മൾ പറയുന്ന നിലപാടുകളോടൊക്കെ യോജിക്കുന്ന ആൾക്കാർ കുറച്ച് അങ്ങനെ ഫാൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ഇറങ്ങുന്ന സമയം വരെ അറിയുന്നുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ശരിക്കും സപ്പോർട്ട് ഉണ്ട് എന്നുണ്ടായിരുന്നുള്ളത് അറിയുന്നത്. അത് സന്തോഷം. നമ്മൾ ചെയ്തതിലും ശരിയുണ്ട് എന്ന് വിചാരിക്കുന്നവരുണ്ടല്ലോ എന്നുള്ളതിൽ സന്തോഷം. ലക്ഷ്മി ഇപ്പോഴും നിലപാടുകളിൽ ഉറച്ചു തന്നെയാണോ?
ആ നിലപാടുകൾ കുറച്ച് അതിലൂടെ ഇഷ്യൂസിൽ നിലപാടിൽ കുറച്ച് തന്നെയാണ് ഇപ്പോൾ. അത് മാറിയെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇല്ലില്ല. ലക്ഷ്മിനെ ഇവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇവരുടെ ഗ്രൂപ്പിലൊന്നുമില്ല. ബിഗ് ബോസിൽ ഇവരൊക്കെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ല നിങ്ങൾ? അപ്പോൾ പഴയ കണ്ടസ്റ്റൻസിൻ്റെയോ ഇതുവരെ എനിക്ക് ഇൻവിറ്റേഷൻ ഒന്നും വന്നിട്ടില്ല ചേരാനായിട്ട്. മാറ്റി നിർത്തിയിരിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിതുവരെ അങ്ങനത്തെ ഒരു ഇൻവിറ്റേഷൻ്റെ നമ്പേഴ്സും അങ്ങനെ നമ്പറൊന്നും ആർക്കും കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആരോടും താല്പര്യമില്ല മിണ്ടാനോ അല്ലെങ്കിൽ അല്ല, എനിക്ക് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നില്ല. ഇപ്പോൾ ചോദിക്കുമ്പോഴറിയുന്നേ. കംപ്ലീറ്റ്ലി ഗെയിം കഴിഞ്ഞിട്ടായിരിക്കത്തില്ല അങ്ങനത്തെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോഴും ഗെയിം കഴിഞ്ഞിട്ടില്ലല്ലോ. 6 പേര് ഇപ്പോഴും അകത്തല്ലേ. അവരും കൂടെ ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഗെയിം ലൈക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങുക. ഇവിടെ എല്ലാവർക്കും ഒരു വിയോജിപ്പുള്ള പോലെ തോന്നുന്നുണ്ട്. എല്ലാ ആൾക്കാർക്കും ഈ പറഞ്ഞ അങ്ങനൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്തിനാ വിചാരിക്കുന്നത്? എല്ലാവർക്കും എന്നോട് വിയോജിപ്പുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അവരോട് എത്ര പേരോട് സംസാരിക്കുന്നവരുണ്ട്. ഞാൻ എല്ലാവരെയും അങ്ങനെ മാറ്റി നിർത്തി അല്ലെങ്കിൽ അവരെന്നെ മാറ്റി നിർത്തിയെന്നൊന്നും പറയുന്നില്ല. സംസാരിക്കുന്നവരുണ്ട്. പക്ഷെ ഗെയിം കഴിഞ്ഞാലേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ എത്ര പേര് അതിനകത്ത് എന്താ പറയണ്ടേ യഥാർത്ഥ ജീവിതത്തിലും ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് കൊണ്ടുവരുന്നവരാണ്. അങ്ങനത്തെ ഇത് നമുക്ക് ഗെയിമിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ. ശരി, താങ്ക് യു. ഓക്കെ, എന്തായാലും അടിപൊളിയാവട്ടെ. ഓക്കെ, താങ്ക് യു. ആര് ജയിക്കണോ?